ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ആലപ്പുഴ രൂപതയിലെ വിവിധ ഇടവകളില് 12ാം ക്ലാസ്സിൽ പഠിക്കുന്ന എൻ്റെ എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും വളരെ സന്തോഷത്തോടെ ഈ ക്ലാസ്സിലേക്ക് ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ഞാൻ ഫാദർ റൻസൻ കൊള്ളയിൽ. കഴിഞ്ഞയാഴ്ച നമ്മൾ ഒരുമിച്ച് 12ാം ക്ലാസ്സിലെ 6ാമത്തെ അധ്യായം ക്രൈസ്തവ കലാ ദർശനത്തിലെ 1ാമത്തെ മൊഡ്യൂള് നമ്മൾ പരസ്പരം ചർച്ച ചെയ്യുകയുണ്ടായി. അതിൽ നമ്മൾ പഠിച്ചതും വായിച്ചതുമായ കാര്യങ്ങള് കല എന്താണെന്നും കലയുടെ ലക്ഷ്യങ്ങൾ എന്താണെന്നും ഈ കലയോട് ക്രൈസ്തവ സഭ എങ്ങനെയാണ് അഭിമുഖീകരിക്കുന്നതെന്നൊക്കെ നമ്മൾ പരസ്പരം പങ്കുവെക്കുകയുണ്ടായി. കഴിഞ്ഞ ക്ലാസ്സിലെ കാര്യങ്ങൾ നിങ്ങൾ ഓർക്കുന്നുണ്ടോ എന്ന് ഞാൻ വിചാരിക്കുകയാണ്. ഇന്ന് 2ാമത്തെ മൊഡ്യൂളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഈ 2ാമത്തെ മൊഡ്യൂളിന്റെ ആമുഖമായിട്ട് പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത്, ഇവിടെ നമ്മൾ കാണുന്നത് കത്തോലിക്ക സഭയിലെ ഒരു ഇരുണ്ട യുഗത്തെ കുറിച്ചാണ്. അതിനുശേഷം നവോത്ഥാന കാലം, അതേ തുടർന്ന് നമ്മൾ നോക്കിക്കാണുന്നത് ഭാരതീയ കാവ്യ മീമാംസയെ കുറിച്ചാണ്. ഇവിടെ വാൽമീകിയെ കുറിച്ച്, വ്യാസനെ കുറിച്ച് നമ്മൾ പെട്ടെന്ന് പഠിച്ചു പോകുന്നുണ്ട്. അതേ തുടർന്ന് സാഹിത്യം എന്താണെന്നും സാഹിത്യേതര കലകളെ കുറിച്ചും ഈ പാഠഭാഗം നമ്മളുമായിട്ട് വായിക്കുന്നുണ്ട്. അതേ തുടർന്ന് ക്രൈസ്തവ ദേവാലയ നിർമ്മിതി ദർശനത്തെ കുറിച്ച്, പ്രതിമാ നിർമ്മാണത്തെ കുറിച്ച്, ഏറ്റവും അവസാനമായിട്ട് ഇന്നത്തെ മോഡ്യൂള് നമ്മൾ പഠിക്കുന്നത് കാറ്റകൂമ്പുകളെ കുറിച്ചൊക്കെയാണ്. അപ്പൊ ഇന്നത്തെ ഈ 2ാമത്തെ മോഡ്യൂളിലേക്ക് ഒരിക്കൽ കൂടി വളരെ സന്തോഷത്തോടെ എന്റെ +2 എല്ലാ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും ഈ മതബോധന ക്ലാസ്സിലേക്ക് വീണ്ടും ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. ആദ്യമായിട്ട് സഭയുടെ സമീപനമാണ്. ഇവിടെ നമ്മൾ പഠിക്കുന്നത് 1ാമത്തെ പോയിന്റ്, എന്താണ് ഇരുണ്ട യുഗമെന്നാണ്. യൂറോപ്യൻ ചരിത്രത്തിൽ ക്രിസ്തു കാലം 4 മുതൽ 14 വരെയുള്ള നൂറ്റാണ്ടുകൾ മധ്യശതകങ്ങളെന്നാണ് അറിയപ്പെടുന്നത്. ക്രൈസ്തവ സഭയുടെ സമ്പൂർണ്ണ ആധിപത്യം പുലർന്നിരുന്ന കാലമാണിത്. ഈ കാലഘട്ടത്തെ ഇരുണ്ട യുഗമെന്നാണ് വിളിക്കുന്നത്. ഇരുണ്ട യുഗം അതൊരു നെഗറ്റീവ് പിക്ചറാണ്. എന്തുകൊണ്ടാണ് ഈ കാലഘട്ടം ഇരുണ്ട യുഗം എന്ന് വിളിക്കുന്നത്? ചിലരാണ് ഇങ്ങനെ വിശേഷിപ്പിക്കുന്നത്. കാരണം കലയും സാഹിത്യവും അന്നത്തെ കാലത്ത് നിരോധിക്കപ്പെട്ടിരുന്നു. കാരണം ക്രൈസ്തവ സഭയുടെ ആദ്യകാലത്ത് യൂറോപ്പിൽ പേഗനിസമായി ബഹുദേവ ആരാധന, ലൈംഗികതയും മതാനുഷ്ഠാനങ്ങളും നിലനിന്നിരുന്ന കാലം, ദേവപ്രീതിക്ക് നരബലി നടത്തിയിരുന്ന കാലം, ഈശ്വര മനുഷ്യ ബന്ധമൊക്കെ വികലമായ വ്യാഖ്യാനങ്ങളിലൂടെ മനുഷ്യരുടെ മനസ്സുകളിലേക്ക് അടിച്ചമർത്തിയ കാലം, ഈ സഭയുടെ ഏകദൈവ വിശ്വാസമൊക്കെ അന്ന് നിലനിന്നിരുന്ന ഈ ബഹുദേവ ആരാധനയും അതിലുണ്ടായിരുന്ന നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെ പാടെ തുടച്ചു നീക്കാൻ സഭയ്ക്ക് സാധിച്ചില്ല. ആയതിനാൽ പേഗനിസ്റ്റം വീക്ഷണമുള്ള കലയും സാഹിത്യവും സഭ അപ്പാടെ നിരോധിച്ചു. അതുകൊണ്ടാണ് ഈ ഒരു കാലഘട്ടത്തെ ഇരുണ്ട യുഗമെന്ന് വിശേഷിപ്പിക്കുന്നത് ചിലര്. അടുത്ത പാഠഭാഗം നവോത്ഥാന കാലത്തെ കുറിച്ചാണ്. നവോത്ഥാന കാലത്ത് സഭ, കത്തോലിക്ക സഭ കൂടുതൽ സാർവത്രികമാണ്. കലാപ്രസ്ഥാനങ്ങൾ ഇവിടെ പുനർജീവിച്ചു. സഭ കലാകാരന്മാരെയും സാഹിത്യകാരന്മാരെയും പ്രോത്സാഹിപ്പിച്ചു. അപ്പൊ ഇതൊരു നവോത്ഥാന കാലമാണ്. പിന്നീട് നമ്മൾ പഠിക്കുന്നത് ഭാരതത്തെ കുറിച്ചാണ്, നമ്മുടെ രാജ്യത്തെ കുറിച്ചാണ്. ഭാരതീയ കാവ്യ മീമാംസ, ഭാരതീയ സാഹിത്യ ദർശനങ്ങള് എപ്പോഴും ലോകത്തിന് തന്നെ വലിയൊരു മുതൽക്കൂട്ടായിരുന്നു. ഈ കലാ ദർശനത്തെ കുറിച്ച് ഭാരതം പങ്കുവയ്ക്കുന്ന ഏറ്റവും മനോഹരമായ ഒരു വാക്യം ഇങ്ങനെയാണ്: സഹൃദയ ഹൃദയ ആഹ്ലാദത്വം. സഹൃദയനെ ആസ്വദിക്കാൻ സൗകര്യപ്പെടുത്തുക. ഈ കലകൾ അതോടൊപ്പം തന്നെ ഭാരതീയ ദർശനം പഠിപ്പിച്ചു തരുന്നത് ഇതൊരു മൂല്യ പ്രസാരണമാണ്. മൂല്യങ്ങൾ പങ്കുവയ്ക്കുന്ന കലകളാണ് ഏറ്റവും കൂടുതൽ പ്രോത്സാഹിപ്പിച്ചത്. ഈ കലകളൊക്കെ മനുഷ്യ മനസ്സുകളെ ഉണർത്തണം. കലയും സാഹിത്യവും ഈശ്വരോപാസനയാണെന്നാണ് ഭാരതീയ ദർശനം നമ്മളെയൊക്കെ പഠിപ്പിക്കുന്നത്. ആദ്യകാല രചനകളൊക്കെ വിശേഷിപ്പിച്ചിരുന്നത് കീർത്തന സാഹിത്യം എന്നാണ്. നമുക്കറിയാം വാൽമീകം എന്ന വാക്കിന്റെ അർത്ഥം
ചിതൽപുറ്റെന്നാണ്. ചിതൽപുറ്റിൽ നിന്ന് എടുക്കപ്പെട്ടവനാണ് വാൽമീകി. വാൽമീകിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്യം നമുക്കറിയാമല്ലോ, മാനിഷാദ. അരുത് കാട്ടാള, നീ ഇങ്ങനെ ക്രൗര്യം കാട്ടരുതെന്ന് വാൽമീകി പറയുന്ന വാക്കുകളൊക്കെ ശരിക്കും വലിയ മൂല്യമാണ് പങ്കുവെച്ചു തരുന്നത്. വാൽമീകി നമ്മോട് പറഞ്ഞു തരുന്നത് സന്യാസി അല്ലാത്തവൻ കവിയല്ല. അനുഭവങ്ങളുടെ മേലെയുള്ള നിഷ്ഠപൂർണമായ അടയിരിക്കൽ എഴുത്തുകാരന് ആവശ്യമുണ്ട്. ദീർഘകാലത്തെ കാത്തിരിപ്പിന് ശേഷമാണ് വാൽമീകി രാമായണം രചിക്കുന്നത്. ഉത്തമനായ മനുഷ്യരെ തേടിയുള്ള തീർത്ഥാടനം വാൽമീകിയെ രാമനിൽ എത്തിക്കുകയായിരുന്നു. വാൽമീകി നമ്മളെ പഠിപ്പിച്ചു തരുന്നത് തെറ്റിന്റെ പാത പാടെ ഒഴിവാക്കുക, നന്മയിലേക്ക് തിരിച്ചു വരിക, ധർമ്മം സ്ഥാപിക്കപ്പെടട്ടെ. വാൽമീകി ശരിക്കും പറഞ്ഞ വലിയൊരു മൂല്യത്തിന്റെ വലിയൊരു കവി തന്നെയാണ്. ഇനി വ്യാസദർശനം, മഹാഭാരതം ഉൾപ്പെടെ വേദവ്യാസൻ 18 പുരാണങ്ങൾ എഴുതിയിട്ടുണ്ട്. വ്യാസകവിയുടെ മനസ്സ് പറഞ്ഞു തരുന്ന ഒരു ശ്ലോകം ഇങ്ങനെയാണ്: അനിഷ്ടാദശ പുരാണത്താൽ വ്യാസൻ ചൊന്നതൊന്നു താൻ, പരോപകാരമേ പുണ്യം, പാപമേ പരപീഡനം. അവരന് നന്മ ചെയ്യുന്നതാണ് പുണ്യം, അവന് ദോഷമുണ്ടാകുന്നത് പാപമാണ്. എത്ര സുന്ദരമായിട്ടാണ് വ്യാസനെ കുറിച്ച് ഈ ശ്ലോകം നമ്മളുമായിട്ട് പറഞ്ഞു തരുന്നത്. അടുത്ത് നമ്മൾ പഠിക്കുന്നത് ദൃശ്യവും ശ്രാവ്യവും എന്ന വിഷയത്തെ കുറിച്ചാണ്. കലയെ നമുക്ക് രണ്ടായിട്ട് തരംതിരിക്കാം. ഒന്ന് ദൃശ്യം. ദൃശ്യം എന്ന് പറയുമ്പോൾ മനസ്സിലേക്ക് വരുന്ന മോഹൻലാലിന്റെ സിനിമയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. രണ്ട് ശ്രവ്യം, കേൾവി, ശബ്ദങ്ങൾ. ഈ ദൃശ്യത്തിൽ തന്നെ പലതരത്തിലുള്ള കലകളുണ്ട്. ഒന്ന് നാടകം, ചിത്രം, പ്രതിമാ നിർമ്മാണം, നൃത്തം. ശ്രവ്യത്തിൽ ഉറപ്പാണ് നമ്മൾ ആസ്വദിക്കുന്ന സംഗീതം. ശ്രവ്യത്തിൽ സാഹിത്യം. ദൃശ്യത്തിൽ 4 കാര്യങ്ങളാണ് എഴുതിയിരിക്കുന്ന: നാടകം, ചിത്രം, പ്രതിമാ നിർമ്മാണം, നൃത്തം. ശ്രവ്യത്തിൽ സംഗീതം, സാഹിത്യം. പാഠപുസ്തകം നമുക്ക് പറഞ്ഞു തരുന്നത് ആസ്വാദനക്ഷമമായ 64 സുകുമാര കലകളുണ്ട് എന്നാണ്. പിന്നെ സാഹിത്യം എന്താണെന്ന് നമുക്ക് നോക്കിക്കാണാം. ഭാഷയിലൂടെ നടത്തപ്പെടുന്ന രചനകളാണ് സാഹിത്യം. ഭാഷിക്കാനുള്ളതാണ് ഭാഷ. അതുകൊണ്ട് സംഭാഷണങ്ങളിലൂടെ ആശയാവിഷ്കാരണം നടന്നാൽ ഭാഷയാണ്. സഹിതഭാവമുള്ളതാണ് സാഹിത്യം. സഹിതഭാവം അതിന്റെ അർത്ഥം ചേർന്നിരിക്കലാണ്. മനുഷ്യനോട്, ജീവിതത്തോട് ചേർന്നിരിക്കുന്നത്. മനുഷ്യന്റെ കഥയാണ് സാഹിത്യം. അപ്പൊ സാഹിത്യം ശരിക്കും നമ്മൾ വായിച്ചെടുക്കുമ്പോഴൊക്കെ പത്രങ്ങളിലുണ്ട്, മാഗസിനുകളുണ്ട്, ബുക്കുകളുണ്ട്, കഥകളുണ്ട്, നോവലുകളുണ്ട്. ഇതെല്ലാം സാഹിത്യം. ഈ സാഹിത്യത്തിലൊക്കെ നമ്മൾ വായിച്ചെടുക്കുന്നത്, മനസ്സിലാക്കാൻ ശ്രമിക്കുന്നത്, എഴുതുന്നതൊക്കെ മനുഷ്യനോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ, ജീവിതത്തോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ, ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാര്യങ്ങൾ. സഹിതഭാവമുള്ളതാണ് സാഹിത്യം. സാഹിത്യേതര കലകൾ: ദേവാലയ നിർമ്മാണം, ഭവന നിർമ്മാണം, പ്രതിമ നിർമ്മാണം, ചിത്രശില്പ രചനകൾ. ഇതൊക്കെ നമുക്ക് ചിത്രങ്ങളിലൂടെ പെട്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും. അടുത്തത് പാഠപുസ്തകം പറഞ്ഞു തരുന്നത് ക്രൈസ്തവ ദേവാലയ നിർമ്മിതി ദർശനമാണ്. നമുക്കറിയാം, ലോകത്തിലുടനീളം അമ്പരചുംബികളായി നിലനിൽക്കുന്ന ഒത്തിരി ദേവാലയങ്ങൾ വാസ്തുശില്പത്തിന്റെയും അതുപോലെ മനുഷ്യന്റെ കലാവൈഭവത്തെ കുറിച്ചൊക്കെ നമ്മളുമായിട്ട് പങ്കുവെച്ചു തരികയാണ്. എല്ലാവരും ഇഷ്ടപ്പെടുന്ന, നോക്കിക്കാണാൻ എല്ലാവരും ആകർഷിക്കുന്ന നിർമ്മാണങ്ങളാണ് ക്രൈസ്തവ സഭ ലോകത്തിനു മുമ്പാകെ പങ്കുവച്ചിട്ടുള്ളത്, നിർമ്മിച്ചു വെച്ചിരിക്കുന്നത്. ഒന്ന് സെന്റ് പീറ്റേഴ്സ് ബസിലിക്ക, സെന്റ് പോൾസ് ബസിലിക്ക, ലാറ്ററൻ ബസിലിക്ക, മേരി മേജർ ബസിലിക്ക. ഇനി നമ്മുടെ രൂപതയിലേക്ക് വരാം. അർത്തങ്കൽ സെന്റ് ആൻഡ്രൂസ് ബസിലിക്ക. നമ്മുടെ ഓരോ ദേവാലയങ്ങളും ശരിക്കും പറഞ്ഞാൽ മറ്റ് ഒരു കെട്ടിടത്തിലും കാണാത്ത തരത്തിലുള്ള നല്ല കലാ വൈഭവമൊക്കെ നമ്മുടെ ദേവാലയങ്ങൾ നോക്കി കണ്ടെത്തുവാൻ സാധിക്കും. പ്രതിമാ നിർമ്മാണം നമുക്കറിയാമല്ലോ,
നമ്മുടെ എല്ലാവരുടെയും ദേവാലയങ്ങളിൽ, അത് പക്ഷെ നമ്മുടെ വീടുകളിൽ പോലും ദൈവങ്ങളുടെയും അതുപോലെ വിശുദ്ധരുടെയും നല്ല മനോഹരമായ പ്രതിമകൾ നമ്മൾ വെക്കാറുണ്ട്. അതിന്റെ പിന്നിലൊക്കെ ഒത്തിരി കലാകാരന്മാരുണ്ട്. മൈക്കൽ ആഞ്ചലോ, ലിയാനാർഡോ ഡാവിഞ്ചി, റാഫേൽ, അതുപോലെ പിയാത്ത എന്ന സ്റ്റാച്യു, ഡേവിഡിന്റെ സ്റ്റാച്യു, മോസസിന്റെ, അതുപോലെ അന്ത്യത്താഴം എന്ന മനോഹരമായ ചിത്രമൊക്കെ ലോകത്തെ ഒത്തിരി മനുഷ്യരെ ആകർഷിച്ചിട്ടുള്ളതാണ്. ഈ മോഡലിലെ ഏറ്റവും അവസാനത്തെ ഭാഗം നമ്മൾ പഠിക്കുന്നത് കാറ്റക്കൂമ്പുകളെ കുറിച്ചാണ്. 4-5 നൂറ്റാണ്ടുകളിൽ ആദ്യകാല റോമൻ ക്രിസ്ത്യാനികള് മൃതദേഹങ്ങൾ സംസ്കരണം ചെയ്തിരുന്നത് പാറകൾ തുറന്ന് ഉണ്ടാക്കിയിരുന്ന സിമിത്തേരികളിലാണ്. ഇങ്ങനെയുള്ള സിമിത്തേരികളാണ് കാറ്റക്കൂമ്പുകൾ. കാറ്റക്കൂമ്പുകളുടെ മനോഹരമായ ചിത്രം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്. ഞാൻ ഇവിടെ അത് കാണിക്കുന്നുണ്ട്. അപ്പൊ ഇന്ന് നമ്മൾ പഠിച്ച കാര്യങ്ങള് ഒന്നുകൂടി നമുക്ക് ക്രോഡീകരിക്കാം. ഇരുണ്ട യുഗത്തെ കുറിച്ചാണ് നമ്മൾ പഠിച്ചത്. ഇരുണ്ട യുഗം, കലകളെയൊക്കെ സഭ നിരോധിച്ച കാലം. കാരണം പേഗനിസം ആയിരുന്നു. കാരണം ലൈംഗികതയുടെ അരാജകത്വം, ദൈവവും മനുഷ്യനുമായ ബന്ധങ്ങളൊക്കെ വികലമായിട്ട് വ്യാഖ്യാനം ചെയ്യപ്പെട്ട കാലം. അതുകൊണ്ട് കലാകളൊക്കെ നിരോധിച്ചു. പിന്നീട് നവോത്ഥാന കാലത്തെ കുറിച്ച് പഠിച്ചു. അവിടെ കലാകാരന്മാരെയും കലകളെയും പ്രോത്സാഹിപ്പിച്ച സഭയെ നമ്മൾക്ക് നോക്കിക്കാണാൻ സാധിച്ചു. പിന്നെ നമ്മൾ പഠിച്ചത് ഭാരതീയ കാവ്യ മീമാംസയെ കുറിച്ചാണ്. അവിടെ വാൽമീകിയും വ്യാസന്റെയും നല്ല ദർശനങ്ങള്. പിന്നീട് നമ്മൾ പഠിച്ചത് ക്രൈസ്തവ കല, പ്രത്യേകിച്ച് ദേവാലയ നിർമ്മാണ രീതികളെ കുറിച്ചൊക്കെയാണ്. പിന്നീട് നമ്മൾ പഠിച്ചത് കാറ്റക്കൂമ്പുകളെ കുറിച്ചാണ്. അപ്പൊ സാഹിത്യവും അതുപോലെ സാഹിത്യേതര കലകളെ കുറിച്ചൊക്കെയാണ് നമ്മൾ ഇന്ന് ഈ ഒരു മൊഡ്യൂളിൽ നമ്മൾ പരസ്പരം പങ്കുവയ്ക്കാനും പഠിക്കുവാനും ശ്രമിച്ചത്. കൂടുതൽ നല്ല അറിവിലേക്ക് എല്ലാവരോടും ഞാൻ അപേക്ഷിക്കുന്നു. നിങ്ങൾ എല്ലാവരും നമ്മുടെ ടെക്സ്റ്റ് ബുക്ക് +2 6ാം പാഠം ക്രൈസ്തവ കലാദർശന 2ാം മൊഡ്യൂളിന്റെ ഈ ഒരു പാഠഭാഗം നിങ്ങൾ എല്ലാവരും വായിക്കണം, അത് മനസ്സിലാക്കിയെടുക്കണം. ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഏതാനും ചോദ്യങ്ങൾ ഞാൻ ചോദിക്കുകയാണ്. അത് നിങ്ങൾ ഹോംവർക്കായിട്ട് അത് എഴുതാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. ഒന്നാമത്തെ ചോദ്യം എല്ലാവരും നോട്ട് ചെയ്യുക. 1. ഇരുണ്ട യുഗം എന്നാലെന്ത്? 2. വാൽമീകിയെ കുറിച്ച് കുറിപ്പെഴുതുക. എല്ലാവരും എഴുതിയെന്ന് ഞാൻ വിചാരിക്കുകയാണ്. 3ാമത്തത് കാറ്റക്കൂമ്പുകൾ എന്നാലെന്ത്? 4ാമത്തെ ചോദ്യം സാഹിത്യം എന്നാലെന്ത്? അവസാനത്തെ ചോദ്യം സാഹിത്യേതര കലകൾ ഏവ. 5 ചോദ്യങ്ങളാണ്. നിങ്ങളെല്ലാവരും നിങ്ങളുടെ നോട്ട്ബുക്കിൽ ടെക്സ്റ്റ് ബുക്കിന്റെ സഹായത്തോടെ ഈ വീഡിയോ വീണ്ടും നിങ്ങൾ പ്ലേ ചെയ്തുകൊണ്ടും നിങ്ങൾക്ക് നിങ്ങളുടെ ഉത്തരം കണ്ടുപിടിക്കാൻ സാധിക്കും. അപ്പോൾ നല്ല കൂട്ടുകാരെ, അടുത്ത ക്ലാസ് നമ്മൾ പഠിക്കാൻ പോകുന്നത് മിഷണറിമാരുടെ സംഭാവനയെ കുറിച്ചാണ്. അവിടെ നമ്മൾ പഠിക്കാൻ പോകുന്നത് മാർഗംകളി, ചവിട്ടുനാടകം, പരിചുമുട്ടുകളി, ദേവാസ്ത വിളി, അതുപോലെ ഏറ്റവും അവസാനത്തെ ഈ ടെസ്റ്റ് അധ്യായത്തിലേക്ക് അവസാനം സഭാപ്രബോധനങ്ങള്, പ്രോത്സാഹനങ്ങള്, ഇതിനെക്കുറിച്ചൊക്കെ. അപ്പോൾ അടുത്തൊരു മൊഡ്യൂളോടുകൂടെ ഈ ഒരു പാഠം നമുക്ക് തീർക്കാൻ സാധിക്കും. അപ്പൊ എല്ലാവരും നന്നായിട്ട് വായിക്കുക. ദൈവത്തിന്റെ മക്കളായിട്ട് നല്ല കലാകാരന്മാരായിട്ട് വളരാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പൊ എന്റെ ക്ലാസ് കേട്ടതിന് കണ്ടതിന് ഒത്തിരി സന്തോഷം. എല്ലാവർക്കും ഒത്തിരി നന്ദി. അടുത്ത ക്ലാസ്സിൽ വീണ്ടും നമുക്ക് കാണാം. ഇത് ഫാദർ റെൻസൺ.